ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഐ ഡോണ്ട് ലവ് യു. അതെന്താണ് നോക്കാം, നമുക്ക് തുടർന്ന് നോക്കാം. എയർ സൈൻ, നിങ്ങളുടെയോ അവരുടെയോ എയർ സൈൻ ആയിരിക്കാം. അക്വേറിയസ്, ലിബ്ര, പിന്നെ ഏതാണ്, ജെമിനൈ, ഈ സോഡിയക് സൈനിൽ ജനിച്ചവരായിരിക്കാം. നിന്നിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പൊ അവര് നിങ്ങളെ ഐ ഡോണ്ട് ലവ് യു എന്ന് പറഞ്ഞത് നിങ്ങളുടെ ലക്ഷ്യത്തിന് അവർ ഒരു തടസ്സമായിരുന്നാലോ എന്ന് കരുതിയിട്ടാണ്. ഒരു പക്ഷേ നിങ്ങൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കോള് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളും ഒക്കെ വരുമ്പോൾ പഠനത്തിലോ അല്ലെങ്കിൽ ജോലിയിലോ പിന്നോട്ട് പോകും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം അവർ ആദ്യം അങ്ങനെ ഐ ഡോണ്ട് ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. വിവാഹം, അവർക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്നെ ബ്ലോക്ക് ചെയ്തതാണ്. അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. ഒരുപാട് വൈകിപ്പോയി, ഐ മൂവ്ഡ് ഓൺ. ഓക്കെ, ഐ ഡോണ്ട് ലവ് യു വന്നു, ഐ മൂവ്ഡ് ഓണും വന്നു. നോക്കാം, ചിലപ്പോൾ അവര് നിങ്ങളെ ഒന്ന് എന്താ പറയാ, ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കാൻ പറയുന്നതായിരിക്കാം. അക്വേറിയസ്, നേരത്തെ ഒരു എയർ സൈൻ വന്നിട്ടുണ്ടായിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്വേറിയസ്, ലിബ്ര, ജെമിനൈ എന്നൊക്കെ. അപ്പൊ ഇവിടെ ഡബിൾ കൺഫർമേഷൻ വന്നിട്ടുണ്ട്, അക്വേറിയസ്. സതി മഹാദേവൻ. ഓക്കെ, സതി മഹാദേവന്റെ കഥ എല്ലാവർക്കും അറിയാലോ. അപ്പൊ നേരത്തെ വിവാഹം എന്ന് പറഞ്ഞതും ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ യു ആർ മൈ ഇൻസ്പിറേഷൻ. ഓക്കെ, സതിക്ക് മഹാദേവൻ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പും എന്നാണ് അവർ പറയുന്നത്. എനിക്കെന്റെ കുടുംബമാണ് വലുത്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാനാണ് സാധ്യത. എല്ലാവർക്കും അല്ല കേട്ടോ, ചിലർക്ക് മാത്രം. എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത്, ഇതാണ് ശരി. ഓക്കെ, കുടുംബമാണ് വലുത് എന്ന് പറഞ്ഞുല്ലോ, അപ്പോ അത് തന്നെയാണ് ശരി എന്നാണ് അവർ പറയുന്നത്. നീ എന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റി. ഓക്കെ, നിങ്ങളുടെ കടന്നുവരവ് അവരെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റി എന്നാണ് അവർ പറയുന്നത്. എന്നെ ഒന്ന് വെറുതെ വിടൂ, ഞാൻ നിനക്ക് ചേർന്ന ആളെയല്ല. അപ്പോ ഷുവറായി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ